പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതവുമായി ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റഷ്യയുടെ സഹായം തേടി പാകിസ്ഥാൻ. ഭാരതവും പാകിസ്ഥാനും റഷ്യയുമായി മികച്ച ബന്ധമാണ് പുലർത്തുന്നത്. ഈ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നാണ് റഷ്യയിലെ പാക് അംബാസഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയുടെ നിലപാട്. അതേസമയം പഹൽഗാം വിഷയത്തിൽ ഇന്ന് UN സുരക്ഷാ കൗൺസിൽ യോഗം ചേരും. ഇക്കഴിഞ്ഞ ദിവസം ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവുമായി ടെലഫോണിൽ സംസാരിച്ചിരുന്നു. സിംല കരാറിന്റെയും ലാഹോർ പ്രഖ്യാപനത്തിന്റെയും തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി ഇരു രാജ്യങ്ങളും പ്രശ്നം പരിഹരിക്കണമെന്ന് ലെവറോവ് ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് റഷ്യയിലെ പാകിസ്ഥാൻ സ്ഥാനപതിയുടെ പ്രസ്താവന. റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഭാരതവും പാകിസ്ഥാനും. അക്കാരണത്താൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ റഷ്യയ്ക്ക് മാധ്യസ്ഥം വഹിക്കാനാകുമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ഇക്കഴിഞ്ഞ ദിവസം ഭാരതത്തിനെതിരെ ആണവയുദ്ധം വരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് റഷ്യയിലെ പാകിസ്ഥാൻ സ്ഥാനപതി മുഹമ്മദ് ഖാലിദ് ജമാലി. അതേസമയം ചിനാബ് നദിയിലെ ബംഗ്ലിഹർ ഡാമിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് 90% ഭാരതം നിർത്തലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സ്ഥാനപതിയുടെ നിലപാട് എന്നതും ശ്രദ്ധേയം. അതേസമയം പഹൽഗാം ഭീകരാക്രമണ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരും. നേരത്തെ ഭീകരാക്രമണത്തെ UN സുരക്ഷാ കൗൺസിൽ അപലപിച്ചിരുന്നു. ഭാരതം ശക്തമായ നയതന്ത്ര നടപടികളും പാകിസ്ഥാനെതിരെ ആരംഭിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനുള്ള IMF ധനസഹായം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഭാരതം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ 9-ന് യോഗം ചേരാനിരിക്കുകയാണ് IMF. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലടക്കം ഭാരതം നടപടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം നീക്കങ്ങളെല്ലാം UN സുരക്ഷാ കൗൺസിലിൽ ഉന്നയിക്കാനാണ് പാകിസ്ഥാൻ നീക്കം. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെടൽ വേണ്ട എന്ന നിലപാടാണ് ഭാരതത്തിന്. സിംല കരാറിലും ലാഹോർ പ്രഖ്യാപനത്തിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതേ ധാരണ പ്രകാരം പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ പാകിസ്ഥാനെ അനുകൂലമല്ല റഷ്യയുടെ നിലപാട് എന്നതും വ്യക്തമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.